ഇല്ല. 100 ദിവസം ഒരു ജീവിതകാലം മുഴുവൻ അഭിനയിക്കാൻ പറ്റും. ഇല്ല. നമ്മുടെയൊക്കെ ഒരു എന്താ നമുക്ക് ഒട്ടും ശരീരവും മനസ്സും ഒരുപോലെ വരാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളിടത്താണ് നമ്മളിങ്ങനെ മാറുന്നത്. മാറുന്നത്. നമ്മളെപ്പോഴും എന്താ ആഗ്രഹിക്കണെ? നമ്മുടെ മനസ്സും ശരീരവും തുല്യമായിട്ട് ഒരു പാരിറ്റിയിൽ പോവാ. ഉം. എങ്കിലേ ഓക്കെ ആയിട്ടുള്ളൂ. നമ്മളിപ്പോ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. ഫൈൻ. നമ്മൾ ഹാപ്പി ആണല്ലോ. ഉം. അതുപോലെ ശരീരത്തെ പാകപ്പെടുത്താൻ പറ്റാത്തിടത്ത് മനസ്സ് നിൽക്കുന്നില്ല. മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ശരീരവും ശരീരം നിക്കുന്നില്ല. നിൽക്കാത്തിടത്താണ് അതിനെ ഒരുപോലെ എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ട് ഇങ്ങനെ മാറുന്നത്. അതിന് കുറെ എഫേർട്ട് എടുക്കുക, സർജറി ചെയ്യുക, ഹോർമോൺസ് എടുക്കുക, ഒക്കെ ചെയ്ത് ലേസറൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ട്രോഫി തരണം നിങ്ങൾ. കാരണം അറിയോ, ഈ ലേസറൊക്കെ ഫുൾ ബോഡി ഒക്കെ ചെയ്യുന്ന ലേസർ ചെയ്യുന്ന സമയത്തൊക്കെ അത്ര ത്യാഗം സഹിച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആകണം എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടാവും. ഓ, ഞാൻ ഭയങ്കര സംഭവമായി എന്നൊക്കെ. ഈ ഭയങ്കര വേദന ഇതൊക്കെ, എല്ലാം ഭയങ്കര വേദന. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് നാട് വിട്ട് ഓടി വന്നപ്പോഴേ, അവിടെ എങ്ങനെയാ ഈ പയ്യൻ ആകെ കയ്യിലുള്ളത് 2000 രൂപയാണ്. എന്ത് ജോലി ചെയ്യും? ജീവിക്കണ്ടേ മുന്നോട്ട്? ആ ഒരു സ്റ്റേജൊക്കെ അപ്പൊ എങ്ങനെയാ? ആ, ഞാൻ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല, ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. എനിക്കന്ന് വേണ്ടതൊരു ഷെൽട്ടറായിരുന്നു. അത് തരാൻ സഹായിക്കാൻ മനുഷ്യരുണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ തിരിച്ച് സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞാൻ ഞാൻ ആകുന്ന കാലത്ത് തിരിച്ച് സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അന്ന് ഈ കുഞ്ഞു കുഞ്ഞു ക്ലാസ് എടുക്കാനൊക്കെ പോയിരുന്നു. ഞാൻ എന്ത് അത്യാവശ്യം ക്ലാസ്? ഈ ആ സമയത്തായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ ഒരു ഡെവലപ്മെന്റ് സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഉം. ഈ ജെൻഡർ വിഷയങ്ങളിലെ ക്ലാസ് എടുക്കാനായിട്ട് പലപ്പോഴും ട്രാൻസ്ജെൻഡർ ആളുകൾ തന്നെയാണ് പോകുന്നത്. ഈ സ്കൂളിൽ NSSന്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഉം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റൈഫൻ്റ് ആയിട്ട് ഒരു രൂപ 2000 രൂപയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന സമയം പിന്നെ ചെറിയൊരു ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പുറത്ത് ചെറിയ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഷോപ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഉം. എന്നാലും ഒരു ഷെൽട്ടർ വേണ്ടേ? ഒരു പയ്യൻ വേറൊരു നാട്ടിലേക്ക് വന്നു. അതാണ് പറഞ്ഞ സുഹൃത്തുക്കൾ. ഇവര് എപ്പോഴും ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് ഗ്രൂപ്പുണ്ടാവും. താമസിക്കുന്നത്. ഓക്കെ. അവരെ കണ്ടുമുട്ടിയതാണ് ശരിക്കും ഒരു ജീവിതത്തിലെ ഒരു ആശ്വാസം. അതെ, ഒരു പ്രതീക്ഷയൊക്കെ. അതെ, എല്ലാം. എത്ര കാലം നിലനിൽക്കും എന്നുള്ളൊരു പേടി അന്നും ഉണ്ടായിരുന്നു. ഉം. കാരണം നമുക്ക് എല്ലാ കാലത്തും അവിടെ തന്നെ നിൽക്കാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം പക്ഷെ റിക്കവർ എന്ന് ഉദ്ദേശിച്ചത് ഈ ഇവിടെ നിന്ന് ഈ സ്പേസിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്നൊക്കെ ഒളിച്ചോടി വന്നൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വിളിച്ച് ചോദിച്ചു, ഞാൻ തിരിച്ച് വന്നോട്ടെ എന്നൊക്കെ, ഞാൻ ആണായിട്ട് വരട്ടെ എന്നൊക്കെ. കാരണം എനിക്ക് ഭയങ്കര ഒട്ടും പറ്റുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ഫാമിലി ബോയാ. എന്ന് പറയുമ്പം രാവിലെ എഴുന്നേറ്റ് എനിക്ക് ചായ ഉമ്മ കൊണ്ട് തരും. എൻ്റെ ഒരു ഡ്രസ്സും ഞാൻ കഴുകേണ്ടി വന്നിട്ടില്ല. വാപ്പ എനിക്ക് ബസ്സിൽ പോകാൻ കാശ് തരും. എന്നുവെച്ചാൽ വാപ്പ കോളേജിലേക്ക് എത്ര രൂപ വേണം അത് വാപ്പ തന്നോളും. എന്നും വാപ്പ രാത്രിയാകുമ്പോൾ പലഹാരം കൊണ്ടുവരും. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമല്ലേ. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് കിട്ടേണ്ട ആ സമയത്ത്? ഇതൊന്നും ഇല്ലാത്തൊരു നജീബ് പറ്റത്തേയില്ല. എനിക്ക് രാവിലെ എണീറ്റാ ചായ തരാൻ ഒരാൾ വേണം. മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ജീവിച്ചു വന്ന ഒരാളെ സംബന്ധിച്ച് അതില്ലാതിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇനി ഒട്ടും പറ്റുന്നില്ല. കാരണം ബസ്സിൽ പോകാൻ കാശില്ല. ഞാൻ നടന്നു പോയിട്ടുണ്ട്. ബസ്സിൽ പോകാൻ 10 രൂപ എടുക്കാനിട്ട് ഇല്ലാഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് നടന്നു പോയൊരു അവസ്ഥയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വേദനിക്കുന്നത്? അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയാലൊന്നും. അങ്ങനെ വീട്ടിൽ വിളിച്ചിട്ട് ഉമ്മാനോട് ചോദിച്ചു. ഞാൻ കരഞ്ഞിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ബസ്സിനകത്തിരുന്ന് ഞാൻ കരയുക. അപ്പോൾ എല്ലാവരും നോക്കുക എന്നെ. ഞാൻ കരഞ്ഞിട്ട് ചോദിച്ചു ഉമ്മാൻ്റെ അടുത്ത്, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നേട്ടെ, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കണക്കല്ല പുറത്തൊന്നും. എൻ്റെ ഒരു ആവേശമായിരുന്നു. ചിലപ്പം ഒരു ഉം. എടുത്തുചാട്ടമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു വാപ്പാട്ട് ചോദിച്ചപ്പോൾ വാപ്പ ഒട്ടും സ സഹകരിക്കുന്നില്ല. കാരണം വാപ്പാക്ക് വലിയ ബുദ്ധിമുട്ടായി മാറി എന്നുള്ളത് മനസ്സിലായി. ആ മനുഷ്യനെയും കുറ്റം പറയുന്നില്ല. എന്നാലും വാപ്പ ഒരു അറിയാലോ, ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു. അതിന് മുമ്പ് നാട് ഫുൾ അറിഞ്ഞു ഞാനിങ്ങനെയൊക്കെ ആയെന്നൊക്കെ. അപ്പൊ പിന്നെ തിരിച്ചു പോയിട്ടില്ല വീട്ടിലേക്ക്. പലവട്ടം ചോദിച്ചു ഞാൻ വരട്ടെ എന്ന്. പറ്റിയില്ല. അന്നേരവും കൂടെ കണ്ണീര് തുടയ്ക്കാനായിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കി ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ എന്റെ വിഷമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അവരടുത്തും. ഞാനിങ്ങനെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ പെട്ടെന്നൊരു വിഷമം ഉണ്ടായാൽ ഞാൻ ആരടുത്തും പറയുന്ന ഒരാളല്ല. കാരണം അവരുടെ കയ്യിൽ ആ സൊല്യൂഷൻ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ, ആരുടെ കയ്യിലും. എന്റെ വിഷമങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്റെ കയ്യിൽ തന്നെ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിരന്തരം അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ ഏത് പോയിന്റ് മുതലാ ഇനി വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ എന്റെ വഴി നോക്കണം എന്നുള്ളൊരു വീട്ടിൽ തോന്നല്? കയറുന്നതിന്റെ തലേന്ന് വരെ ചിലപ്പം. ഞാൻ ഈ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തെന്ന് അറിയുന്നതിന്റെ തലേന്ന് വരെ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. ഏഹ്, ആ, ഞാൻ അങ്ങനെയാ. അതായത് അടുത്ത കാലത്ത് വരെ. അടുത്ത കാലം എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസിൽ പോകുന്നതിന് കുറച്ചാൾ മുന്നേ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. റീസണ്? ആ, അതെ. എനിക്കങ്ങനെ വീട്ടുകാരില്ലാത്തൊരു ലൈഫിനെ പറ്റി ഞാൻ സ്വപ്നം കണ്ടിട്ടേ ഇല്ല കുട്ടിക്കാലത്തൊന്നും. ആഹ് ഞാൻ ചിലപ്പം എപ്പോഴും അത് ഉമ്മാക്കറിയാം. ഉമ്മാട് ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പറയും. പലവട്ടം.
കാരണം ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ പലവട്ടം ഉമ്മയെ നമ്മള് രഹസ്യമായിട്ടൊക്കെ ഞങ്ങളെപ്പഴും കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വീട്ടില് വാപ്പയില്ലാത്ത സമയത്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിപ്പഴും ഓർമ്മയുണ്ട് ഒരു ദിവസം ബിരിയാണിക്ക് അല്ല സോറി പെരുന്നാളിന് ഉമ്മ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒരു കാസ്ട്രോൾ എനിക്ക് തന്ന് വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കും ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കേണ്ട ഞാനല്ലേ? അതാ. എനിക്കങ്ങനെ ഒരു എനിക്ക് ഇന്നും ആ ഒരു എനിക്ക് ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉം. വീട്ടിൽ കേറിയതിന് ശേഷം കിട്ടുന്നുണ്ട്. ഞാൻ അതിനുശേഷം പെരുന്നാളൊന്നും ആഘോഷിച്ചിട്ടുണ്ടാവില്ല. ആ അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ കേറുന്നതിന് കുറച്ച് കാലം മുന്നേ വരെ ഞാൻ ചോദിച്ചു, "ഉമ്മ ഞാൻ തിരിച്ച് വരട്ടെ എനിക്ക് പറ്റണില്ല" എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉം. കാരണം നമുക്ക് വീട്ടുകാരെ കഴിഞ്ഞാൽ എന്തോ ഉള്ളൂ. ഉം. എനിക്ക്. പിന്നീട് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് തിരിച്ചറിഞ്ഞ് എനിക്ക് നജീബിൽ നിന്നും നാദിറിലേക്ക് ഒരു മാറ്റം വേണം. അത് എനിക്ക് സർജറിയിലൂടെ ഉം, ഉം. ബോഡി എനിക്കൊരു ഫിസിക്കൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചത്? ഒരു പരിധി വരെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴും നമുക്കറിയാം നമ്മളെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. കാരണം അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പോൾ എന്തായാലും മാറ്റങ്ങളുടെ ഒരു ജേർണിയിലേക്ക് പോയി ചിലപ്പോൾ പെണ്ണായി കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്താലും എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടാവില്ല കേട്ടോ അപ്പോഴും. എന്നെ ഒരു പക്ഷേ വീട്ടുകാർ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ടാവും. വാപ്പ എന്നെ ഒരു മറ്റൊരു രൂപത്തിൽ കാണുന്നത് ടിവിയിലൂടെ ആയിരിക്കണം. കാരണം വാപ്പ അതിന് മുമ്പൊന്നും ചിലപ്പോൾ കണ്ടിട്ടില്ല. ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫോട്ടോസൊക്കെ. കാരണം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഞാൻ അന്നും ആക്റ്റീവ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കണക്ക് മാറാം എന്നുള്ളൊരു തോന്നല് പെട്ടെന്നൊന്നും ഞാൻ മാറിയിട്ടില്ല കേട്ടോ. ഞാൻ പഠിച്ചു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഉം. പിജിയും പഠിക്കുന്ന സമയത്ത് പിജിയും കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. പിജി പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു സർജറി നടക്കുന്നത്. ഫസ്റ്റ് പിജി. ഉം. ഫസ്റ്റ് പിജി പൊളിറ്റിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു. അപ്പൊ ആ അത് പഠിക്കാനുണ്ടാക്കിയ പൈസയൊക്കെ സ്വയം ജോലി സ്വയം കണ്ടെത്തി. ചെയ്തുണ്ടാക്കിയ കാരണം പൈസ. ഇതിനൊന്നും വലിയ എക്സ്പെൻസ് വന്നില്ല എന്നുള്ളതല്ലേ. കാരണം നമ്മള് ഉം. എന്താ കൂടെ ഇപ്പോ ഒരു ബസ് ഫെയർ പിന്നെ ഭക്ഷണം കഴിക്കണം അതിനൊക്കെയുള്ള എക്സ്പെൻസ് ഞാൻ ആ സമയത്ത് കണ്ടെത്തുന്നുണ്ടായിരുന്നു. കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയും. എനിക്ക് ₹1 ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരാളല്ല. ഒരു ₹100 കിട്ടിക്കഴിഞ്ഞാൽ അതില് ₹80 ഞാൻ സേവ് ചെയ്യും. ബാക്കി ₹20 ഞാൻ ജീവിക്കാൻ ശ്രമിക്കും. ഇപ്പോഴും ഞാന് എത്ര ഭയങ്കര പൈസയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഞാനിപ്പോഴും സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ കഞ്ഞിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണവും കൂടി ആണ്. അല്ലാതെ എനിക്ക് ഭയങ്കര ലക്ഷ്വറി ഫുഡ് കഴിക്കണമെന്ന് ഒരു വാശിയുമില്ല. എനിക്ക് ലക്ഷ്വറിയായിട്ട് താമസിക്കണമെന്നും ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാര് ഒരാളുടെ മുന്നിൽ തോൽക്കരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട് വെച്ചത്. അത് എനിക്ക് വേണ്ടിയിട്ടുമല്ല. അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്കായിട്ട് ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ്. കാരണം നല്ലൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ ഞാൻ കൊളാബ് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാണുമ്പോൾ എന്താ ഓ എന്തോ ഒരു ലക്ഷ്വറി ലൈഫാ. അതെ. പക്ഷേ എനിക്കായിട്ട് ഞാൻ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. ആഗ്രഹിച്ചാലല്ലേ ചെയ്യേണ്ടുള്ളൂ. ഉം. അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. എനിക്കൊരു വിവാഹം കഴിക്കണമെന്നോ പ്രണയിച്ച് നടക്കണമെന്നൊന്നുമില്ല. ആണോ? പിന്നെ സ്റ്റിൽ എനിക്കങ്ങനെ എനിക്കിപ്പോൾ 26 വയസ്സായി. പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ഒരു വിവാഹമൊക്കെ ആയിക്കോട്ടെ. ഇല്ല എനിക്ക് എൻ്റെ അനിയത്തിയുടെ വിവാഹവും അവളുടെ ലൈഫും പിന്നെ വീട്ടുകാരുടെ ലൈഫും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചാൽ മതി. ഉം. പിന്നെ ഇങ്ങനെ ഒരു സർജറിയുടെ പ്രൊസീജിയറിലേക്കൊക്കെ പോയതൊക്കെ ആ ഒരു തീരുമാനം? ആ തീരുമാനം ഒരു അതിനൊരുപാട് പൈസയുമായി. പൈസയായി ആ. ഒരു കടുത്ത തീരുമാനമാണ്. കാരണം ഇതൊക്കെ ചിന്തിച്ച തിരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് തന്നെ ബോധമുണ്ട്. പിന്നെ എല്ലാം സക്സസ് ആവണമെന്നുമില്ല. ചിലപ്പം ഒരു മെഡിക്കൽ ഇഷ്യൂ ഒക്കെ സംഭവിക്കാം. അതെ. പക്ഷെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊരു ഭാഗ്യമുള്ള ഒരാളെ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനുണ്ടായിരുന്ന ലക്ഷങ്ങൾ ചെലവ് അതാരാ അപ്പൊ? എനിക്ക് അന്നൊക്കെ ഒരു അത്യാവശ്യം സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സഹായിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓ. അവരൊരിക്കലും അവര് പുറത്ത് പറയണമെന്ന് അവരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചാലും അവര് പറയാൻ സമ്മതിക്കാത്തോണ്ട് നല്ല മനുഷ്യര് കുറേ ഉണ്ട് നമ്മുടെ സമൂഹത്തില്. ഞാൻ രഞ്ജുമ്മയുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് രഞ്ജുമ്മ പറഞ്ഞു, "എന്റെ പൊന്നു രമ്യ ഭയങ്കര പെയിനിലൂടെയാണ് ആ സർജറി എന്ന് പറയുന്നത്. കാരണം ആ ഒന്നെങ്കിൽ നമ്മൾ തിരിച്ചു വരും. ഉം, അല്ലെങ്കിൽ നമ്മൾ അതോടെ പോകും. ഉം. റിസ്ക് ഉള്ളൊരു സർജറിയുമാണ്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സർജറിയുമാണ്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് വാശിയായിരുന്നു. ഒരു സ്ത്രീയാ. തിരുത്തലുണ്ട് ഇതില്. ഉം. നമ്മുടെ ടെക്നോളജിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു രമ്യ ചേച്ചി ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാകുന്ന അതേ ബുദ്ധിമുട്ട് ഈ സർജറികൾക്കും ഉള്ളൂ. ഓ, ഇപ്പൊ അത്ര അത്ര പെയിൻ വലിയ ഇല്ല. പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഇല്ല. കാരണം എന്താന്ന് വെച്ചാല്, പലരും പിന്നെ പേടിപ്പിക്കാ ചെയ്യണത്. വേണമെങ്കിൽ ചെയ്താ മതി. ഒരു നിർബന്ധവുമില്ല. ഇത് ഈ ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ജീവിക്കുന്നില്ലേ. ഇപ്പൊ ഞാൻ എല്ലാം ചെയ്ത ഒരാളാവണം നിർബന്ധവുമില്ല. അത് എന്റെ ഇഷ്ടമാണ്. എന്റെ ചോയ്സ് ആണെന്നുള്ളതാണ്. ഇപ്പൊ എന്ത് സർജറിക്കും അനസ്തേഷ്യ ഉണ്ട്. ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രസവിച്ച സ്ത്രീ പറയുകയാണ്, പ്രസവ വേദന ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യന്റ് പറയണ അല്ല, ക്യാൻസർ ആയിട്ടുള്ള ഒരാളുടെ അവസ്ഥയാണ് ബുദ്ധിമുട്ട്. ഉം. അതിനപ്പുറത്തേക്ക് പറയാണ് സർജറി ചെയ്തൊരു ഇല്ലെങ്കിൽ ഇതുപോലെ SRS ചെയ്ത ഒരാൾ പറഞ്ഞാൽ അയാളുടെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വേദനകളും വേദനകൾ വേദന മാത്രമാണ്. തന്നെയാണ്. അല്ലാതെ ഇതിനൊരു സ്പെഷ്യൽ വേദന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേദനയുണ്ട്.
എല്ലാ സർജറികൾക്കും ഉള്ളതുപോലത്തെ ഒരു വേദന. വേദനയുണ്ട്. പിന്നെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് സ്വന്തമായിട്ടുള്ള ചോയ്സാണ്. കാരണം നമ്മൾ അതിന് മുമ്പ് അനുഭവിച്ച അതേ ഹെൽത്ത് ആയിരിക്കണം എന്നില്ല പിന്നീട് കിട്ടണം എന്നുള്ളത്. ഉം. പിന്നെ എല്ലാ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ ആൾക്കാർ മാത്രമാണ് ഇത് ചെയ്യുന്നതും. ഉം. പിന്നെ ടെക്നോളജിക്ക് ഇത്ര അളന്നില്ലേ? ഇനിയിപ്പോൾ ഹോസ്പിറ്റൽസ് ഒക്കെ ഇത്തരം റിസ്കുകളെ പറ്റി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. ഉം. ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മുടെ ആൾക്കാരുടെ എന്താ പറയട്ടെ അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. പണം രഞ്ജുമ പണ്ട് ചെയ്തതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. ഉം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ തോന്നലൊന്നുമില്ല. ഓക്കെ. അപ്പോ അത് ആ ചെയ്ത പ്രൊസീജിയറൊക്കെ നാദിറയ്ക്ക് അത് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. എന്നിട്ടാണോ ഈ പേര് ഞാനിപ്പോ മാറ്റം? ഇത്തരം വിഷയങ്ങളില് സർജറി വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കാത്തത് കാരണം എന്താ? ഇത് എന്റെ ആവശ്യമായിരുന്നു. നാട്ടുകാരുടെ ആവശ്യമല്ലല്ലോ. എന്റെ ഉം. ആവശ്യമാവുമ്പോ ഞാനത് സഹിച്ചല്ലേ പറ്റൂ. ഉം. ഞാനെല്ലാം അറിഞ്ഞിട്ടല്ലേ പോയി ചെയ്യണ്ടാവാ. ഓക്കെ. അതുകൊണ്ടാ. അപ്പൊ ഈ പേര് മാറ്റുന്നതോ? പേരൊക്കെ തുടക്കമേ മാറ്റി. കാരണം വീട്ടിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പേരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാ. എനിക്ക് പേരിടുന്നത് സൂര്യാമ്മയാ. ആണോ? അതെ, അതെ. സൂര്യാമ്മയാണ് നാദിറാന്ന് പേര് വിളിക്കുന്നത് ഉം. ആദ്യായിട്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. സൂര്യാമ്മ അങ്ങനെ ഒരു പേരിട്ടത് ഞങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒഫീഷ്യലി പേര് നജീബിൽ നിന്നും നാദിറയിലേക്ക് മാറ്റി. ഒഫീഷ്യലി റെക്കോർഡിക്കലി മാറ്റിയതൊക്കെ അതും ആ പിന്നീടായിരുന്നു. ഇല്ല, പിന്നീടാ. അതിൽ നമുക്ക് ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ച് തീർത്ത് പിജിയും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിജി പഠിക്കുമ്പോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ റെക്കോർഡിക്കലി മാറ്റി. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സിലും ഓ ഞാൻ നാദിറ മെഹറിന. നാദിറയായി ഉം. പിന്നീട്. ഓക്കെ. പിന്നെ ഈ ലേസർ ചെയ്ത മുമ്പേ പറഞ്ഞു ലേസർ ഭയങ്കര പെയിൻഫുൾ ആയിട്ട്. എനിക്കിപ്പോ സ്റ്റിൽ ചെയ്യണം എന്നുള്ളതാ. അതാ അതിന്റെ പ്രശ്നം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തതേ ഉള്ളൂ. അപ്പൊ എത്ര ഫ്രീക്വൻസിയിൽ അത് ചെയ്തോണ്ടിരിക്കുന്നത്? നമുക്ക് തോന്നും. നമുക്ക് ഹെയർ ഗ്രോത്ത് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് ഭയങ്കര പെയിനാ അത്. ഞാനിത് പണ്ടത്തെ പോലെയല്ല, ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ വളരെയേറെ ബഹുമാനവും അവരർഹിക്കുന്ന പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. ഒരു പരിധിവരെയും പലരെയും പരിഹസിക്കാറും കളിയാക്കാറും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല മെയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു മേഖലയിലല്ല, പല മേഖലകളിലും ട്രാൻസ് വ്യക്തിത്വങ്ങൾ അവരുടെ കയ്യിൽ ഇടയാളം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിൽ നിന്ന് മാറി ട്രാൻസ് വ്യക്തിത്വം എന്നാൽ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അവരെ കൂടുതൽ ബഹുമാനിക്കാനും അവരങ്ങനെ ഊട്ടിപ്പായിക്കേണ്ടവരല്ല എന്നൊരു വ്യക്തതയിലേക്ക് നമ്മൾ വരാനുമൊക്കെ തുടങ്ങി. അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ആളുകളാണ്. അതായത് നമ്മുടെ രഞ്ജു, രഞ്ജിമാർ, സീമ, വിനീത്, നാദിറ തുടങ്ങിയ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നാദിറ മെഹറിൻ എന്ന പെൺകുട്ടിയുടേത്. ഒരു ട്രാൻസ് വ്യക്തിത്വമാണെങ്കിൽ കൂടി തൻ്റെ നിലപാടുകൾ ഒരിക്കലും പതറാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നാദിറ. ബിഗ് ബോസിലൂടെയാണ് നാദിറയെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയത്. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായി മാറിയ ആളാണ് നാദിറ മെഹറിൻ. ഷോയിൽ മികച്ചൊരു മത്സരാർത്ഥിയായിട്ടായിരുന്നു പുറത്തേക്ക് നാദിറ എത്തിയത്. നാദിറ മണി ബോക്സ് ആണ് അന്ന് തിരഞ്ഞെടുത്തത്. ഇതിന് പിന്നാലെ വാർത്താ അവതാരികയായും നിറഞ്ഞു നിൽക്കുകയാണ് നാദിറ. തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് നാദിറ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധ നേടുകയാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നെ ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും താനും സ്വപ്നം കണ്ടിരുന്നു എന്നാണ് നാദിർ പറയുന്നത്. ഞാൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനാണ് ഞാൻ. നാളെ ഞാൻ കിടപ്പിലായാൽ പോലും അവർക്ക് ഞാൻ മകനാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ സമൂഹം അവരോട് നവാസേ നിന്റെ മകൻ എന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജോലിക്ക് പോകണം. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായിൽ ജോലിക്ക് പോകുന്ന ആണുങ്ങളാണുള്ളത്. അങ്ങനത്തെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന പുരുഷനായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാനൊരു പെണ്ണായി മാറുമെന്ന് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തോന്നിയിട്ടേയില്ല. പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അതാകുന്നതിന് 1-2 വർഷം മുൻപാണ്. അതായത് 16 വയസ്സ് വരെ എനിക്ക് വലിയ സ്വപ്നം എന്നത് വിവാഹവും ജോലിയും സാമ്പത്തികവും ഒക്കെ ആയിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അത് എനിക്കിഷ്ടവുമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടുകാർ സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അതിലെനിക്ക് ഭയങ്കര സങ്കടവുമുണ്ട്. അവർക്ക് എന്നെ ഒരു ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി പഠിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അവർ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കൊടുക്കാൻ ഭാഗ്യമില്ലാതായി പോയെന്ന വിഷമം ഇപ്പോഴുമുണ്ട്. മിനിമം ഒരു വീട്ടുകാർ ചിന്തിക്കുന്നതൊക്കെ മക്കൾക്ക് സാധിക്കാനായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊട്ടും പറ്റിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ശേഷം വരുന്നൊരു തലമുറയില്ലേ, അതിന് എനിക്ക് സാധിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്ന ആളാകാൻ സാധിച്ചില്ല. അവർക്ക് നല്ലൊരു മകനാകാൻ പറ്റിയില്ല എന്നതാണ്.
ഇതെല്ലാം വളരെ വേദനയോടെ എന്നാൽ പക്വതയോടെയാണ് നാദിറ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ തനിക്കുണ്ടായ മാറ്റങ്ങൾ, ശാരീരികമായും മാനസികവുമായിട്ടുണ്ടായ മാറ്റങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തിരിച്ചറിയുകയും അവർ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നാദിറ തുറന്നു പറയുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനിയത്തിയുടെ വസ്ത്രങ്ങൾ ഇട്ട് നോക്കുകയും കന്മഷി എഴുതുകയും പൊട്ട് തൊട്ട് നോക്കുകയും പെണ്ണായി മാറാൻ ആഗ്രഹിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ആണായി തിരിച്ചു വീട്ടിലേക്ക് ചെല്ലട്ടെ, അങ്ങനെ വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ കയറ്റുമോ എന്ന് നാദിറ ചോദിച്ചിരുന്നു എന്നും നാദിറ തുറന്നു പറയുന്നു. ഒരു വലിയ കടൽ തന്നെയാണ് നാദിറ താണ്ടി വന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകും.